Hey, hello, welcome back to my YouTube channel, Mallu YouTuber. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ റീസ്റ്റോർ ചെയ്തൊരു സൈക്കിൾ ഉണ്ടായിരുന്നു, ഒരു ലേഡി ബേർഡ് സൈക്കിള്. അപ്പോൾ ആ സൈക്കിളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽസും ഒക്കെയാണ്. അപ്പം അധികം സമയം വെയിറ്റ് ചെയ്ത് നേരെ വീഡിയോയിലോട്ട് പോകട്ടെ. Walking alone, the streets are empty. The only thing I can see is my own silhouette. അപ്പോൾ ഈ ഒരു സൈക്കിൾ നമ്മൾ കഴിഞ്ഞ ദിവസം മോഡിഫൈ ചെയ്ത സൈക്കിളായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ അതല്ലാതെ കുറച്ച് നിങ്ങൾ കണ്ട വീഡിയോയിൽ കണ്ടതല്ലാതെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഗാർഡ്സ്, അതായത് പുറകിൽ ചെളിയേറിയുള്ള ഗാർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒരു ചെറിയ ആഗ്രഹമുണ്ട്. അതായത് ഇതിനകത്ത് നമുക്കൊരു ഹാൻഡിൽ മാറ്റിയിട്ട് ഹാൻഡിൽ വേറൊരു ഹാൻഡിലൊക്കെ വെച്ച് നല്ല ഫുൾ രീതിയിൽ സെറ്റാക്കിയിട്ട് ഫ്രണ്ടിലത്തെ ഈ മഡ് ഗാർഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്കായിട്ടുള്ള ഒരു ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുക്കാൻ ആയിട്ടൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും, നല്ലതായിരിക്കുമോ എന്നൊരു അഭിപ്രായം നിങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റം ആണ് വരുത്തേണ്ടത്, ഐഡിയാസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആക്കാനും താഴത്ത് കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഇതിൻ്റെ സീറ്റൊക്കെ നമുക്കൊരു സെറ്റപ്പ് സീറ്റാക്കി എടുക്കണം. പിന്നെ ഈ സൈക്കിൾ ചവിട്ടാണ്ടല്ലോ, ഇതിൻ്റെ നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു സംഭവമൊക്കെ എടുത്തളഞ്ഞിട്ട് ബാക്കി ഇതിൻ്റെ വെയിറ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചവിട്ടാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. കയറ്റമൊക്കെ ഈസി ആയിട്ട് ചവിട്ടി കയറ്റാൻ വന്ന ഒരു സൈക്കിളാണിത്. അപ്പോൾ ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. ഇത് ലേഡി ബേർഡ് സൈക്കിളാണ്. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്തെടുത്ത അല്ലെങ്കിൽ ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുത്ത വീഡിയോ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറുന്ന സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടുണ്ടാവും. അതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ ആക്കിയെടുത്തതെന്ന്. ഈ സൈക്കിളിൻ്റെ ഇന്നപ്പോഴത്തെ കോലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ പേടിച്ചു പോകും, അത്രയ്ക്ക് വിഗ്രഹമായിരുന്നു. അപ്പോൾ ആ ഒരു സൈക്കിളാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിലേക്ക് ആക്കിയെടുത്തത്. പക്ഷേ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഫ്രണ്ടിലത്തെ മഡ് ഗാർഡ് ഇത്തിരി സൈസ് വലുതായിപ്പോയി. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ സ്റ്റോക്കായിട്ടുള്ള തന്നെ എടുത്തിട്ട് ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുക്കുന്നതാണ്. പിന്നെ ഹാൻഡിൽ മാറ്റണം, അതുപോലെ ഈ ബ്രേക്കിൻ്റെ 2 പെഡൽസും എന്താ പറയുക, പെഡൽസാണ്, ആ സംഭവം മാറ്റണമെന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്ന് ഒരു അഭിപ്രായം ചോദിക്കാമെന്ന് വെച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. Over the edge, feel like I'm floating through the air. പിന്നെ നമ്മളിതിൻ്റെ പുറകിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന മഡ് ഗാർഡ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ഊരിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, സ്ക്രൂ ടൈപ്പാണ്. അപ്പം അവിടെയായിട്ടൊരു സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ അല്ല, എൻ്റെ താഴത്തായിട്ട് നിങ്ങൾക്ക് സ്ക്രൂ കാണാനായിട്ട് പറ്റും. ആ സ്ക്രൂ ജസ്റ്റ് പിടിച്ച് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു മഡ് ഗാർഡ് റിമൂവ് ചെയ്യാനായിട്ട് വെക്കണ്ട. ഞാൻ ഇപ്പോൾ അത് റിമൂവ് ചെയ്തെടുത്തു. എൻ്റെ കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത് കാണിക്കായിരുന്നത്. അപ്പോൾ അങ്ങനെ റിമൂവ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലുക്ക് നമുക്ക് കിട്ടും. പക്ഷേ ഇതിൻ്റെ മഡ് ഗാർഡ് ഇല്ലാത്ത ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ മഴയുടെ സാഹചര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെളി തെറിക്കും. അതുകൊണ്ടാണ് ഈ ഒരു മഡ് ഗാർഡ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടത്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ മാത്രം കുറച്ച് അരോചകമായി പോയി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നമുക്കിതിൻ്റെ സ്റ്റോക്കായിട്ടുള്ളതിനെ എടുത്തൊന്ന് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതാണ് മെയിനായിട്ട് വരുത്താൻ പോകുന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ സീറ്റ് ഭയങ്കര ഹാർഡ് പ്ലാസ്റ്റിക്കാണ്, നമുക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നല്ലൊരു സീറ്റും കൂടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനുണ്ട്. അതുപോലെ നമ്മൾ ഈ ഊരെടുത്ത സംഭവം തിരിച്ച് ഫിറ്റ് ചെയ്യാനും വലിയ പാടില്ല. ഞാൻ പറഞ്ഞില്ല സ്ക്രൂ ടൈപ്പാണ്. അപ്പോൾ ആ സ്ക്രൂവിൻ്റെ അവിടേക്ക് ഈ സംഭവം അവിടെ കയറ്റി വെച്ചിട്ട് അപ്പുറത്തെ ഒരു ബോൾട്ട് ഉണ്ടാവും. ആ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം ഈസി ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും കാണാം ഇതുപോലെ നിങ്ങളുടെ പഴയ ഓർമ്മകളോ അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് ചവിട്ടി പഠിച്ചായിട്ടുള്ള സൈക്കിളും കാര്യങ്ങളൊക്കെ വിൽക്കാൻ മനസ്സില്ലാതെ വെച്ചിരിക്കുന്ന സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിയുമെങ്കിൽ ഇങ്ങനെയൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കുറച്ച് പൈസ ചിലവാക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഒന്നായി വെക്കാനൊക്കെ സാധിക്കും. പുതിയ സൈക്കിൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ അതിൻ്റെ ഒപ്പം തിരിച്ച് കിട്ടില്ലല്ലോ. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ എനേബിൾ ചെയ്തതിന് അതിനുശേഷം ഓൾ എന്തായാലും എനേബിൾ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ യുവർ മല്ലു യൂട്യൂബർ സൈനിങ് ഓഫ്.